back to my channel. ഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബർമുഡ ഡുവോ വേഴ്സസ് ഡുവോ റാങ്ക് മാച്ചായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ സ്ട്രിപ്പിലേക്ക് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാത്തതും ഷെയർ ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഫട്ടാഫട്ട് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ കവാസാക്കി സ്ട്രിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കവാസാക്കി സ്ട്രിപ്പിലെ എൽ ഷേപ്പ് വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ MP40 കിടക്കുന്നുണ്ട്. MP40 മെഡിക്കേറ്റൊക്കെ കിട്ടി. ഇവിടുന്ന് ലെവൽ 2 വെസ്റ്റ് ഗ്രനേഡൊക്കെ കിട്ടി. അപ്പോഴാണ് എൻ്റെ ടീമേറ്റിൻ്റെ മീത്ത് ഒരു ഫുഡ് സ്റ്റെപ്സ് കാണുന്നത്. ഫുഡ് സ്റ്റെപ്സ് ഓക്കെ. ഇവിടുന്ന് ഗണ്ണും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു എനിമി ഗണ്ണ അടിക്കാൻ പോയില്ല. എന്താ പറ്റിയ അടിയും പോകുന്നില്ല, അടി കൊള്ളണമില്ല. എന്താ അടിയും കൊള്ളണ്ട, അടി പോലുമില്ല. കറക്റ്റ് ടൈമിന് ടീമേറ്റിൽ വന്നില്ല. ഞാൻ അവിടെ പടമായി കിടന്നേനെ. ഓക്കെ, ടീമേറ്റ് കാരണം ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയാം. ചെക്കൻ ടോപ്പ് കളി ഇവിടെ അവസാനം വരെ കണ്ട് ഇരിക്കുക ഗൈസ്. ഇപ്പം നിങ്ങൾ നോക്കുന്ന ടൈമിൽ എത്ര കില്ല് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, ഇതിൽ മാക്സിമം ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അതെ, നമ്മുടെ ടീമേറ്റ് അവിടെ നിന്ന് പൊട്ട കില്ലെടുത്തുകൊണ്ടിരിക്കുന്നത്. അവൻ ഒറ്റക്കെല്ലാം പൊട്ടൊക്കെ പൊട്ടിച്ച് നിൽക്കുന്നുള്ളൂ. ഓന് ഭയങ്കര ആളും. ഈ വീട്ടിനുള്ളിനെ കുറച്ച് ലൂട്ടൊക്കെ പറക്കി ഞാൻ പുറത്തേക്ക് എത്തിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ടീമേറ്റിൻ്റെ മേത്ത് ഒരു ഫുഡ് സ്റ്റെപ്സ് ആണ്. ഞാൻ അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു എനിമിയില്ലേ എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ടീമേറ്റിനെ അവൻ നോക്കിടുന്നു. അവിടെ കണ്ടട മോനെ ഞാൻ വരുന്നത്. ടീമേറ്റിന് റിവ്യൂ ഇടാം ഗൈസ്. ടീമേറ്റിന് റിവ്യൂ ഇട്ടിട്ട് അവനെ ഫിനിഷ് വെക്കാം. ഓക്കെ, ടീമേറ്റ് തന്നെ അവന് ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ലൂട്ടൊക്കെ കിട്ടി. ഇവിടെ നിന്ന് കുറച്ചും കൂടി ലൂട്ടെടുത്ത് നമുക്ക് ഇവിടെ നിന്ന് വിടാം. ഓക്കെ, സാധനം അടിച്ച് പൊട്ടിക്കാൻ പോയാൽ അടിച്ചാൽ പൊട്ടില്ലല്ലോ. ഓക്കെ, അവിടെ നിന്ന് HP കാര്യങ്ങളൊക്കെ ഫില്ലാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ലൂട്ടുമില്ലൊരു മാങ്ങയുമില്ല. ഇവിടെ വല്ലതും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇത് ഇതിൻ്റെ ഉള്ളിൽ നോക്കട്ടെ. ഇവിടെ MP40 ആമോ കിട്ടി, SMG ആമോ കിട്ടി. ഇവിടെ AUG കിടക്കുന്നത്, അതെടുത്തില്ല. ഓൾറെഡി നമ്മളിൽ എക്സമേറ്റ് ഉണ്ടല്ലോ, പിന്നെ ഇങ്ങനെ AUG ഒക്കെ എക്സമേറ്റ് കിട്ടുമ്പോൾ പവറാന്ന് അറിയില്ലേ. ഇപ്പോൾ അതിന് മുതൽ എല്ലാ ഷോർട്സും വരും ഗൈസ്. ഷോർട്സ് ഇങ്ങനെ അതിനെപ്പറ്റി ചാലഞ്ച് എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാലഞ്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇവിടുന്ന് നമുക്ക് റിപ്പയർ കിട്ടും കിട്ടി. ഒരു ഹെൽമെറ്റും കിട്ടി ലെവൽ 2. ഞാൻ ഐസ് അവിടുന്ന് റൂട്ടും കാര്യങ്ങൾ ചെയ്തിട്ട് ഭീമ സ്ട്രിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൽ ഷേപ്പിന് മുകളിലൊരു എനിമിയല്ലേ മോൻ ഗൈസ്. അവൻ ബ്ലൂ ഇട്ട് കളഞ്ഞു. ഒരു ഐഡിയും കൂടി ഉറപ്പാണ് കേട്ടോ, ഷുവർ അവൻ ഡൗൺ ആയനെ. ഞാനും എൻ്റെ ടീമേറ്റ് രണ്ട് വഴിക്ക് പോയി അവനെ അടിക്കാൻ തീരുമാനിച്ചു. ഒരു ഗ്രനേഡ് വലിച്ചെറിഞ്ഞു. 4 ചിക്കൻ്റെ കിട്ടിയെന്താ അത് എനിമിയല്ലേ മെൻ്റൻ ഈ ഗണ്ണി. ഓൾറെഡി എൻ്റെ ടീമേറ്റ് ഡാമേജ് കൊടുത്തുകൊണ്ട് 10 കില്ല് കിട്ടി. ഓക്കെ, അങ്ങനെ ഫിനിഷ് ചെയ്യട്ടെ. ഫിനിഷ് ചെയ്തവരിലേക്ക് കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഇടുന്ന് വെച്ച് പിടിക്കാം. ഇതിൻ്റെ മീത്ത വല്ലതുണ്ടോ? ഒന്നുമില്ല ഗൈസ്. എല്ലാം വെറും വാഴകളാണല്ലോ. എന്താ ഗരീനെ മൊത്തം ഉറങ്ങി കിടക്കണം, ഒന്നും കാണാനില്ല. ഇല്ലാന്നേരം ഭീമ സ്ട്രിപ്പിലും നിറച്ച് എനിമീസ്. ഇത് ആകെ ഒരെണ്ണത്തിന് കിട്ടി, വേറെ എനിമീസ് ഇല്ല. നോക്കട്ടെ എങ്ങാനും എനിമീസിന് കിട്ടിയെങ്കിലോ. ഇവിടുന്ന് ആവശ്യം കോയിലും കാര്യം കളക്ട് ആക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ഒച്ച കേൾക്കും. ഇങ്ങോട്ടേക്ക് ജസ്റ്റ് നൈസിന് പോയി നോക്കുക. ഗണ്ണും കാര്യങ്ങളും സെറ്റായിട്ട് നമ്മൾ ഓക്കെ. ഇവിടെ നിന്ന് ഒരു ലൂട്ടുമില്ല ഗൈസ്. ഒന്നും ഒരു മാങ്ങയില്ല. എല്ലാം ഒന്നും ആവശ്യമില്ലാത്ത ലൂട്ടാണ്. നമ്മുടെ ടീമേറ്റിനെ മീറ്റ് ഫുഡ് സ്റ്റെപ്സ് കാണുന്നുണ്ട്.
വിശപ്പൊക്കെ ഉണ്ടല്ലോ. ഓ ടീമേറ്റിൻ്റെ അടുത്ത് എനിമിയുടെ പറഞ്ഞ് കാറി കൂടുണ്ട്. ടീമേറ്റ് ഡൗൺ ഇട്ട് കഴിച്ചാൽ കിട്ടുക. ജസ്റ്റ് മിസ് ഇപ്പം തീർന്നാണ്. അവനടിച്ചിട്ട് നൈസ് ദിമിത്രോണാക്കി ടീമേറ്റ് അതിലേറെ ഇടും. ഞാനിവിടുന്ന് മെഡടിക്കട്ടെ. ഓക്കെ ടീമേറ്റ് മെഡടിക്കട്ടെ. അവന് കുറച്ച് ഈ പിസ്റ്റൾ കൊണ്ട് അടിച്ചു കൊടുത്ത് കുറച്ച് HP കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ടീമേറ്റ് കളിക്ക് നല്ല സപ്പോർട്ടിങ് ഒക്കെ തന്നെ കൂടെ തന്നെ ഉണ്ട് ഗൈസ്. അതിൻ്റെ കാര്യത്തിലാണ് വിഷയം. സെക്കൻഡ് ടോപ്പ് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് മാറി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു വണ്ടിയല്ല, വണ്ടി എന്താക്ക അപ്പടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നു. അടി പൊട്ടുന്നില്ല. അല്ല വേണ്ട, വെറുതെ വിടാം. ഓക്കെ നമുക്ക് പോവാം. ടീമേറ്റ് എവിടെ വിളിച്ചാലും പുറകെ തന്നെ ഉണ്ടാവും. അത് അതിൻ്റെ ഈ ചെക്കൻ വിഷയം ഭയങ്കര സപ്പോർട്ട് പ്ലേ, സെറ്റ് സപ്പോർട്ട് പ്ലേ ചെക്കൻ. ഓക്കെ ഇവിടെ വലിയ എനിമീസ് ഉണ്ടാകുമോ? സാധാരണ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നൈസിന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒന്ന് ഈ ചങ്ങായി സൂപ്പർ ഡ്രോപ്പൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പൂച്ചെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരവതര മോനെ ഉണ്ടാവുമല്ലോ, പിന്നെ വളരെ സപ്പോർട്ടിന് നിൽക്കാൻ വിചാരിച്ചു. എനിക്ക് ലൂട്ടിനൊന്നും ആവശ്യമില്ല, എനിക്ക് ലൂട്ട് ഓൾറെഡി ഉണ്ട്, സെറ്റ് ലൂട്ട്. നൈസിന് ഇവിടെ നിന്ന് മാറി പിടിക്കുക. അവൻ ലൂട്ടിങ് വരട്ടെ. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, അപ്പോൾ വന്ന് ഇവിടുന്ന് മാറിക്കൊടുക്കണം. ഓക്കെ നമുക്ക് സെൻട്രൽ സോണിലേക്ക് ഒന്ന് പോവാം. ഓക്കെ ടീമേറ്റിനെ വിളിച്ചിട്ട് പോകാൻ നോക്കുമ്പോഴേക്ക് ടീമേറ്റ് അങ്ങോട്ടേക്ക് വാടാ ഇങ്ങോട്ട് പറഞ്ഞ് കാറിക്കൊണ്ട്. ഓക്കെ അവൻ്റെ ഒക്കെ പോവാം, അവൻ്റെ ഒക്കെ പോകാനാണുള്ളത്. അവന് സെറ്റ് കളി കളിട്ട് ഗൈസ്. ഒക്കെ നമ്മൾ ഫാക്ടറിയിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. ടീമേറ്റും അപ്പുറത്തെ സൈഡിലെ പോകും, ഞാൻ ഇപ്പുറത്തെ സൈഡിലായിരുന്നു. ഓക്കെ ഞാൻ ഇപ്പുറത്ത് നിന്ന് കുറച്ച് കോയിനും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഓൾറെഡി കോയിനുണ്ട്. പിന്നെ ആവശ്യം വന്നെങ്കിൽ യൂസ് ആവണ്ടേ, കോയിലത് നടക്കില്ല. ഓക്കെ പിന്നെ നമുക്ക് 6 വീഡിയോത്തോളം ഞാൻ ഇട്ടത്തോളം ഇട്ടു. എന്നിട്ടൊരു സപ്പോർട്ടില്ല ഗൈസ്. പവറാക്കി സപ്പോർട്ട് ലൈക്ക് ചെയ്ത് പവറാക്കി ഗൈസ്. നിങ്ങളാണ് നമ്മളെ ഇത് വീര്. ഓക്കെ കുറേ വീഡിയോസൊക്കെ വരും, CS-ൻ്റെ ബാങ്ക് റാങ്ക്. നെക്സ്റ്റ് ഏത് മാപ്പ് വേണമെന്നും കൂടെ കമൻറ്റ് ഇട്ടോ, അത് കളിക്കുന്നതായിരിക്കും ഷുവർ. നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? എന്തായാലും ഞങ്ങൾ ടീമേറ്റ് അവിടെ 1 ഫൈറ്റ് വിഷയം, ചെക്കൻ വിഷയം. 2 എണ്ണം അവിടെ ഉണ്ട്, 2 ഡാമേജ് കൊടുത്തു. ഒന്നിനും തീരുണ്ട്. അപ്പോഴേക്ക് ബ്ലൂ ആളിട്ട് കവറെടുത്ത് വെക്കും. ഇതാണ് വലിയ ഇത്. ഞങ്ങൾ നല്ല ഡാമേജ് കൊടുക്കും. അപ്പോഴേക്ക് അവർ ബ്ലൂ ആയിട്ട് കവറെടുത്ത് വെക്കും. നമുക്ക് വെറുതെ ഒന്നും ആവശ്യമില്ല. ടീമേറ്റ് ഇവിടെ 2-3 കില്ലൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട്. ഓ ജിബി എടാ എവിടുന്ന് വന്നവൻ, എവിടുന്ന് വന്നേ? ടീമേറ്റ് 1 ഫൈറ്റ് കില്ലായി. അത് ടീമേറ്റിൻ്റെ കില്ലായിരുന്നു. പക്ഷേ ഇവിടെ വിഷയം കളി ടീമേറ്റ് ടോപ്പും കട്ടൊക്കെ നിൽക്കുന്നു. ഒന്നും പറയില്ല. ടീമേറ്റ് വിഷയം കളി കട്ടൊക്കെ ഭയങ്കര സപ്പോർട്ട്. ഓക്കെ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് അത് പറയാനുള്ള കമൻറ്റിൽ പറയുക. സബ്സ്ക്രൈബ് കരോ. കുറേ പ്രാവശ്യം പറഞ്ഞ സബ്സ്ക്രൈബിൻ്റെ കഥ മോൾ പറഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങൾ ചെയ്തോളല്ലോ. ഓക്കെ ഇതൊരു എനിമിയല്ലേ? എടാ ഞാൻ അതിലെ പോകുമ്പോൾ നീ ഇതിലേ വന്നോ? ഞാൻ വെച്ചു ഇതിലേ പോയി. നൈസ്. അപ്പോഴേ കൊണ്ട് ഇവിടുന്ന് ചാടിത്തുള്ളിയിരുന്നു. ബാക്കൊന്നും അടി, മുന്നിന്ന് അടി, ഫുൾ എനിമീസ് ഗൈസ്. ഇവിടെ എന്തുണ്ടായെന്നാട്ടിന് പ്ലിങ്ങായിട്ട് ഇരുന്ന മതില് പറ്റിയാനെ. 4 സൈഡിൽ അടി ഗൈസ്. നമുക്ക് നൈസിന് കവർ എടുക്കുക. ടീമേറ്റ് ഭയങ്കര ധൈര്യത്തിൽ കയറി പോയിട്ട് അടിക്കുന്നൊക്കെ ഉണ്ട്. എന്താണ് കഥയെന്ന് നമുക്കറിയില്ല.
ചെക്കൻ ടോപ്പിട്ടാ 2 ഇപ്പം ചെക്കൻ എത്ര കിലോ 2-4 കില്ലായിട്ടുണ്ടാവും. ചെക്കൻ വൻകള ടീമിൻ്റെ മീറ്റ് ഫുൾ സ്റ്റെപ്സ് ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് അടിയും ചെക്കൻ ടോപ്പിട്ടാ. സ്നൈപ്പറാണ്, സ്നൈപ്പർ പ്ലെയർ. ടീമേറ്റിൻ്റെ അടുത്തോട്ട് 2 പോയിട്ടുണ്ട്, ഒരു ഡുവോ ഫുള്ള് പോയിട്ടുണ്ട് ടീമേറ്റിൻ്റെ അടുത്ത്. ചെക്കന് അടിയുള്ളതെന്ന് ടീമേറ്റ് ഇപ്പം ഡൗൺ ആവും. ഫുൾ ഡാമേജ് കിട്ടി എനിക്ക്. ബാക്ക് മിസ് ഇതെന്തരാ എന്തായത് പക്ഷേ ടീമേറ്റ് ഡൗൺ ആയി. ഒരു ഡൗൺ ഇട്ടിട്ടുണ്ട്. അത് കൊണ്ടിക്കൊണ്ടേ ഗൈസ്. എന്തല്ലേ ഇവ ഇങ്ങനെ കിട്ടുന്ന കില്ലല്ലേ കൊണ്ടിക്കൊണ്ടേ നമുക്ക് ഇടുന്നില്ല. എടാ ശേ. അപ്പം ശരി, ബൈ.